പാലക്കാട് വാണിയംകുളത്ത് ഫേസ്ബുക്ക് കമന്റിന്റെ പേരിൽ മുൻ നേതാവിനെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതാക്കൾ അതിക്രൂരമായി മർദ്ദിച്ചു. വാണിയംകുളം പണിയൂർ സ്വദേശി വിനേഷിനാണ് ഗുരുതര പരിക്കേറ്റത്. ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടതാണ് പ്രകോപനം. ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് ഷംന, ഇദ്ദേഹത്തിന് ഗുരുതര പരിക്കാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് കേസെടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? വിജയകുമാർ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്ര ഗുരുതരമായ ഒരു ആക്രമണം നടക്കുന്നത്. അതായത് ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കഴിഞ്ഞ ദിവസം മേഖലയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് താഴെ വിനേഷ് വന്ന് കമന്റ് ചെയ്യുകയായിരുന്നു. ഇതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് പ്രയോജനം എന്ന തരത്തിൽ ഒരു കമന്റ് ഇട്ടു. അതാണ് പിന്നീട് മറ്റു പ്രവർത്തകർ ഏറ്റുപിടിക്കുകയും പിന്നീട് നടന്ന ഒരു കമന്റ് തർക്കമാണ് ഇത്തരം ഒരു സംഘർഷത്തിൽ കലാശിച്ചത്. പിന്നീട് ബ്ലോക്ക് സെക്രട്ടറി തന്നെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചിരുന്നു എന്നാണ് ആരോപണം. ഇതിന് പിന്നാലെ വിനേഷ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വഴി ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ ഈ നേതാക്കൾ വന്ന് ആക്രമിക്കുകയായിരുന്നു. നിലവിൽ ഈ ഷൊർണൂർ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് നേതാക്കൾ ചേർന്നാണ് മർദ്ദിച്ചത് എന്നാണ് വിവരം. എന്തായാലും വിനേഷിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ മജിസ്ട്രേറ്റ് എത്തി മൊഴിയെടുത്തു എന്നതാണ് വിവരം. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ് വിജയകുമാർ. വാണിയംകുളം പനയൂർ സ്വദേശി വിനേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടു എന്നതാണ് പ്രകോപനം. ആ പ്രകോപനത്തെ തുടർന്നാണ് പാലക്കാട് വാണിയംകുളത്ത് ഈ മർദ്ദനമുണ്ടായത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് നേതാക്കൾ തന്നെ മർദ്ദിച്ചു എന്നാണ് ആരോപണം. പോലീസ് അതിന്റെ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.